എന്താ അമ്മ വരാൻ പറഞ്ഞത്? അതായത് നാളെ ഈ വീട്ടില് ഒരിക്കലൂണ. ഒരിക്കലൂണ എന്ന് വെച്ചാ? അതായത് ഒരു നേരം ഊണ്, ബാക്കി 2 നേരം കാപ്പി, അല്ലേ കൊച്ചമ്മ? പിന്നെ ബാക്കി 3 നേരം പഴംപൊരിയും പായസവും. കേറി പോണ അടുക്കളയല്ലേ എന്റെ ജോലി നോക്കി. അപ്പൊ അങ്ങനെയല്ലേ? ഒരിക്കലൂണെന്ന് പറഞ്ഞാല് ഒരു നേരമേ നാളെ ആഹാരം കഴിക്കൂ, മനസ്സിലായോ? അതും വല്ല ലൈറ്റായിട്ട് വലിയ എന്തോന്നടാ എന്നും ഇങ്ങനെ പെരട്ടും കുന്തോ കൊണ്ടാട്ടോ അതും ഇതുമൊക്കെ വലിച്ചു വാരി തിന്നുകയല്ലേ. ഒരു നേരം ലൈറ്റായിട്ട് ആഹാരം കഴിക്കുക. അതല്ല ഇനി എന്തെങ്കിലും അത്യാവശ്യമായിട്ട് നമുക്ക് കഴിക്കണമെന്ന് തോന്നിയാൽ തന്നെ ഇളനീര്, കദളിപ്പഴം ഇങ്ങനെയൊക്കെയുള്ള ആഹാരങ്ങൾ മാത്രം കഴിക്കുക. അല്ല, നമ്മുടെ കുഞ്ഞിനിത് ബാധകമല്ല, മനസ്സിലായല്ലോ? പിങ്കി അവള് കൊച്ചു കുഞ്ഞാ, അവള് കഴിച്ചോട്ടെ. ഈ മുതിർന്നവരെല്ലാം നാളെ ഒരു നേരം മാത്രം ആഹാരം കഴിക്കുക. അല്ലമ്മ, എന്താ ഇങ്ങനെ ഒരു മുന്നറിയിപ്പില്ലാണ്ട്? അയ്യോ എന്റെ പൊന്നുമോനെ, ഞാൻ പറയാൻ വിട്ടുപോയതാ. ഇതേ സത്യം പറയുകയാണെങ്കിൽ ഞാനൊരു നേർച്ച പോലെ നേർന്നതാ. നമ്മുടെ ഈ വീട്ടില് എല്ലാവരുടെയും ഒരു ഐശ്വര്യവും ദീർഘായുസും മനസമാധാനവും ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം സങ്കല്പിച്ച് ഞാൻ ഒരു ദിവസത്തെ ഒരിക്കലും അങ്ങ് നേർന്നതാ ഭഗവാൻ. അതാണ് സത്യം. നാളെ മാത്രമല്ല ഞാൻ എത്ര ദിവസം വേണമെങ്കിൽ വ്രതം എടുക്കാം. അതല്ല, നാളെ എന്ന് പറയുമ്പോ ഇപ്പൊ ഞായറാഴ്ചയാണല്ലോ, എല്ലാവരും വീട്ടിലുണ്ട്. അവിടെ നമുക്ക് നാളെ തന്നെ അങ്ങ് നോക്കാം, മനസ്സിലായോ? പിന്നെ ഒരു കാര്യം, ഈ ഒരിക്കലൂണിനെ രാവിലെ എല്ലാരും എഴുന്നേറ്റ് കുളിക്കണം, എന്നിട്ടേ ദാഹിച്ച വെള്ളം കുടിക്കാവൂ. അയ്യോ ഭഗവാനെ, സർവേശ്വര. എന്നാ ശരി അമ്മ. അതെ, ചെല്ലു മക്കളെ. അയ്യോ ഏട്ടാ, ഞാൻ ഇന്ന് പട്ടിണി, നാളെ കൂടി ഇരുന്ന ഞാൻ ചത്തു. ഇന്ന് പോയി വല്ലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്കാം. ഏതമ്പലത്തിൽ നേർച്ചയമ്മ? അത് ഒരു ലക്ഷ്മി ക്ഷേത്രത്തിൽ സങ്കല്പിച്ച് ഞാനങ്ങ് നടത്തുകയാണല്ലേ നേർന്നതാണെന്ന് നീ അങ്ങ് കണക്ക് കൂട്ടിക്കോ. എനിക്ക് അപ്പോഴേ മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഇവിടെ അവിടെ നില്ലേ. ഈ എഴുത്തറിയാൻ വയ്യാത്തവരെ എഴുതി തന്നെ പഠിപ്പിക്കണം, എഴുത്തി തന്നെ പഠിപ്പിക്കണം, ഇരുത്തി എഴുതിക്കണം. അമ്മ ഭയങ്കര ബുദ്ധിമതിയാ. ആണല്ലോ, ഇപ്പോഴാണ് മനസ്സിലായേ? മനസ്സിലായി. പോകെ പോകെ കൂടുതൽ മനസ്സിലാവും. ചെല്ലേ, എല്ലാം പറഞ്ഞു വെച്ചോണ്ട് കിണിച്ചോണ്ട് പോകുന്നത്. അയ്യോ രാധേ ഉനക്ക് ചൊന്ന വേദമെന്ന. നല്ല പാട്ടല്ലേ? സൂപ്പർ. മുത്തുക്കളി, തൈര്, ഉപ്പ്. കണ്ടിട്ടില്ലേ ഒന്നും? കണ്ടിട്ടുണ്ട്. എന്നിട്ടേ അതെ, ഞാൻ അമ്മയൊന്ന് വിളിച്ച് ചോദിച്ചായിരുന്നു ഈ ഒരിക്കലൂണിനെ കുറിച്ചേ. അമ്മ പറഞ്ഞത് അത് ആരാണോ നേർന്നത് അവര് മാത്രം എടുത്താൽ മതി എന്നുള്ളതാ. വേറെ നിർബന്ധിച്ച് വേറെ ആരെ കൊണ്ടും എടുപ്പിക്കണ്ട. അങ്ങനെ അന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ കൊച്ചമ്മ എന്റെ അടുത്ത് പറഞ്ഞത് എല്ലാം റെഡിയാക്കി വെച്ചോണം, എല്ലാവർക്കും വേണ്ടിയിട്ടെന്നാണ് പറഞ്ഞത്. അതും പ്രകാരം ഞാൻ നമ്മുടെ ഈ ഉണക്കലരി ചോറ് റെഡിയാക്കി, മനസ്സിലായില്ലേ, അച്ചാർ റെഡിയാക്കി, പിന്നെ അതുപോലെ തന്നെ ചുട്ടരച്ച ചമ്മന്തി റെഡിയാക്കി, എല്ലാം സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. കഴിക്കുന്നവർക്ക് കഴിക്കാം. അല്ല, ഈ വീട്ടിലുള്ളവര് നോക്കുന്നതൊക്കെ മുത്തുവണ്ണൻ എന്തിനാ നോക്കണേ? അതിന്റെ ആവശ്യമുണ്ടോ? ഞാനിപ്പം ഒരിക്കലും ഊണ് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഊണ് കിട്ടാത്ത അവസ്ഥയാണ്. എന്റെ കഞ്ഞിയിൽ എന്തിനാണ് കുഞ്ഞെ പാറ്റയിടുന്നത്? ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോക്കോട്ടെ. അയ്യോ, പാറ്റിട്ടതല്ല, പിന്നെ മുത്തുവണ്ണന്റെ ഒരു ആരോഗ്യം നമ്മളോട് നോക്കണമല്ലോ. മുത്തുവണ്ണൻ ആരോഗ്യം ഇല്ലെങ്കിൽ ഞങ്ങൾക്കും ആരോഗ്യം ഇല്ലാതാവും. കഴിക്കണ്ടേ? അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇപ്പൊ ആരോഗ്യം മുന്നോട്ട് പോകുന്നുണ്ട്. ഞാൻ നോക്കിയില്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല എനിക്ക്. പക്ഷെ കൊച്ചമ്മയ്ക്ക് കുഴപ്പമുണ്ടില്ല എന്നുള്ളത് കൊച്ചമ്മ ചെന്ന് പറയാം. കൊച്ചമ്മ ചെന്ന് ധൈര്യമായിട്ട് അങ്ങ് പറയണം, ഞാൻ നോക്കുന്നില്ല അമ്മ എന്ന് പറഞ്ഞാൽ വിഷയം തീർന്നല്ലോ. ഒന്നുമില്ല. പോകുന്നില്ലേ? ആലോചിക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.